ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ 2.5 വയസ്സുകാരന് ചികിത്സ നിഷേധിച്ചതായി പരാതി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൃഷ്ണമൂർത്തിയുടെ കുഞ്ഞിന് ശിശുരോഗ വിദഗ്ധ ചികിത്സ നൽകിയില്ലെന്നാണ് പരാതി. സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടറോട് വിശദീകരണം തേടി. എൻ്റെ 2.5 വയസ്സുള്ള എൻ്റെ കൊച്ചിനെ ഞാൻ പീഡിയാട്രിഷനെ കാണിക്കാൻ വേണ്ടി താലൂക്ക് ആശുപത്രിയിൽ വന്നു. OP-യിൽ ഇല്ലാത്തതുകൊണ്ട് കാഷ്വാലിറ്റിയാണ് പീഡിയാട്രിഷനാണത്. പീഡിയാട്രിഷനെ കാണിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ പീഡിയാട്രിഷൻ പറഞ്ഞത് കൊച്ചിനെ നോക്കൂലെന്നാണ് പറയണേ. ഇതുപോലെ സാധാരണക്കാരെ ഏത് കുട്ടികൾ വന്നാലും ഇതേ അവസ്ഥയാണ്. ആൾക്കാർ ചുമയും പനിയായിട്ട് കൂടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ ഇവരെ നോക്കൂല. റാണി എന്ന് പറഞ്ഞ പീഡിയാട്രിഷനാണ് ഈ. വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് ലാൽ കൃഷ്ണനാണ് ചേരുന്നത്. ലാൽ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ 2.5 വയസ്സുള്ള കുഞ്ഞിന് ചികിത്സ നിഷേധിച്ചിരിക്കുന്നത്? ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന. ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആരോപണമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അവിടെ 2 ശിശുരോഗ വിദഗ്ധരാണ് സാധാരണഗതിയിലുള്ളത്. അതിൽ ഒരാൾ ഇന്ന് അവധിയായിരുന്നു, മറ്റൊരാൾ കാഷ്വാലിറ്റിയിലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ കുഞ്ഞിന് പനിയുമായി ബന്ധപ്പെട്ട് കാഷ്വാലിറ്റിയിൽ ഡോക്ടറെ കാണാൻ എത്തിയപ്പോൾ ഡോക്ടർ നോക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നോക്കാൻ താല്പര്യം കാണിച്ചില്ല എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായ കൃഷ്ണമൂർത്തി ഉന്നയിക്കുന്ന ആരോപണം. സംഭവവുമായി ബന്ധപ്പെട്ട കൃഷ്ണമൂർത്തി ആ ആശുപത്രിയിൽ തന്നെ പ്രതിഷേധം അറിയിച്ചിരുന്നു. നേരത്തെയും ആശുപത്രിക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണവും വന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെ നടപടികളോ റിപ്പോർട്ട് സമർപ്പിക്കലോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ സൂപ്രണ്ട് വിശദീകരണം ചോദിക്കും എന്നറിയിച്ചിട്ടുണ്ട്. തുടർ നടപടികളൊന്നും ആയിട്ടില്ല. എന്താണെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു പ്രതിഷേധത്തിനാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് കളം വരുന്നത്. 2.5 വയസ്സുള്ള കുഞ്ഞിന് അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പീഡിയാട്രിഷ്യൻ ചികിത്സ നിഷേധിച്ചതിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടറോട് വിശദീകരണം തേടിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.